ോടൊപ്പം ചേരുന്നത് നിധിൻ കെ എന്ന വ്യക്തിയാണ്. അർജുൻ്റെ സുഹൃത്താണ്. മാത്രമല്ല നിധിനെ സംബന്ധിച്ചോളം ഒരു പ്രത്യേകതയുള്ളത് ഈ വാഹനം ഓടിക്കാൻ കൂടി അർജുനെ പഠിപ്പിച്ച ഒരു വ്യക്തികളിൽ ഒരാൾ എന്ന പ്രത്യേകത കൂടിയുണ്ട്. നിധിൻ, വലിയ സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യം നമ്മളുടെ പ്രിയപ്പെട്ട താങ്കളുടെയും നമ്മുടെ ഇടയിലെ നമ്മുടെ ഒക്കെ നെഞ്ചിലൊക്കെ ഒരു വികാരമായി മാറിക്കഴിഞ്ഞു ഈ 4 നാൾ അർജുനെ കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പോൾ അതിനേക്കാളും ഞങ്ങളെക്കാളും ഒക്കെ ഒരുപാട് സങ്കടപ്പെട്ടായിരിക്കും നിധിനൊക്കെ ഓരോ നിമിഷവും കഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. നമുക്കിനി പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. ആ പ്രതീക്ഷകളൊക്കെ എന്തായാലും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തട്ടെ, അതിനൊക്കെ അധിക സമയമില്ലാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിധിൻ അർജുനെക്കുറിച്ച് അർജുനെ ഈ വാഹനത്തിൽ കൈകാര്യം ചെയ്യുന്ന രീതിയും ഇത്തരം പ്രതിസന്ധി വട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സാങ്കേതിക ജ്ഞാനം എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ കൈകാര്യം ചെയ്ത് കഴിയാവുന്ന മനോബലമുള്ള ആൾ തന്നെയാണോ നിധിൻ? എങ്ങനെയാണ് അർജുനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? നിധിൻ കേൾക്കാമെങ്കിൽ നിധിൻ എങ്ങനെയാണ് അർജുനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ കൈകാര്യം ചെയ്യാനും തടയാനും ഒക്കെയുള്ള കരുതലെടുക്കാനൊക്കെയുള്ള മനോധൈര്യമുള്ള ആൾ തന്നെയാണോ അർജുൻ? ഹലോ നിധിൻ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓക്കെ. നിധിൻ, അർജുനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കി? ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ നേരിടാൻ കരുത്തുള്ള ആൾ തന്നെയാണോ അർജുൻ? അതെ, അർജുൻ ആയതുകൊണ്ടാണ് നമുക്കൊരു പ്രതീക്ഷ ഉള്ളത്. കാരണം അവൻ നല്ലൊരു ധൈര്യമുള്ള ഒരാളാണ്. പക്ഷെ അവനായതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ കാത്തിരിക്കുന്നത്. വേറെ ആരെങ്കിലും നമുക്ക് പ്രതീക്ഷ ഉണ്ടാവില്ല, പക്ഷെ അവനായതുകൊണ്ടൊരു പ്രതീക്ഷ ഉണ്ട്. ഈ വാഹനം പഠിപ്പിച്ച ആളാണ് നിധിൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ വാഹനമൊക്കെ കൈകാര്യം ചെയ്തും ഈ വാഹനത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ള ആളാണ് നിധിൻ എന്ന പ്രതീക്ഷയിൽ ഞാൻ ചോദിക്കുകയാണ്. ഈ വാഹനത്തിനകത്ത് ഒരുപാട് രക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് കമ്പനി അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ പരിമിതമായ ചുറ്റുപാടുകളിലൊക്കെ ആണെങ്കിലും അതിനെ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അർജുന് കുറച്ചുകൂടി അത്തരം സാഹചര്യങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, അതങ്ങനെയല്ല. അവനെ ഈ വാഹനമൊന്നും ഞാനല്ല പഠിപ്പിച്ചത്. നമ്മൾ ഡ്രൈവിംഗ് 4 വീൽ പഠിപ്പിച്ചത് ഞാനാണെന്നുള്ളൂ. അല്ലാതെ ഇതിലേക്ക് അവൻ തനിയെ പോയി പഠിച്ചതാണ്. ഈ അർജുൻ അവൻ ആദ്യം ചെറിയൊരു വണ്ടിയായിരുന്നു, ഒരു നായ്ക്കുറുക്കൻ പോലത്തെ ഒരു വണ്ടി. പിന്നെയാണ് അവൻ വലിയ വണ്ടിയിലേക്ക് പോയത്. ഒരു 5-8 വർഷമായി വലിയ വണ്ടിയിലേക്ക് പോയിട്ട്. ഈ അർജുനെ കുറിച്ച് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ ബന്ധുക്കളൊക്കെ പറയുന്ന പരാതികളുണ്ടല്ലോ. കാരണം നമ്മളൊക്കെ കേൾക്കുകയാണ്. കാരണം രക്ഷാദൗത്യം എത്താൻ വൈകിപ്പോയി എന്നുള്ളതാണ്. ആ മനോബലത്തിൽ അർജുൻ്റെ മനോബലമാണ് നമ്മളെയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു പാതയിലേക്ക് എത്തിക്കുകയും കുടുംബത്തെയൊക്കെ തന്നെ ആ ഒരു പാതയിലേക്ക് ഇപ്പോഴും ഈ നിമിഷം വരെ എത്തിക്കുന്നതിൻ്റെ ഘടകം അർജുൻ്റെ ഒരു മനോധൈര്യം എന്നുള്ളതാണ്. അത് എത്രത്തോളം കുറച്ചുകൂടി നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നതാണ്. താങ്കൾ എങ്ങനെയാണ് അർജുനെ അങ്ങനെയൊക്കെ ആ അർത്ഥത്തിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്? അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ ചെറുപ്പം മുതൽ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് അറിയാം അവനെ പറ്റിയിട്ടുള്ള അവൻ്റെ മനോധൈര്യം എന്താണെന്ന്. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് നാട്ടുകാർക്ക് മൊത്തമുള്ളൊരു പ്രതീക്ഷ അവനായതുകൊണ്ട്. ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും നമുക്ക് പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷെ അവൻ അങ്ങനത്തെ ഒരു മനോധൈര്യമുള്ള ആളാണ്. ഒറ്റയ്ക്കാണ് വണ്ടിയിൽ പോവുക. അതിന് തന്നെ ഒരു ധൈര്യം വേണ്ട. ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോവുകയാണെങ്കിൽ എല്ലാ വണ്ടിയിലും 2 പേരാണ്. പക്ഷെ അവന് നല്ല ധൈര്യമാണ്. അതുകൊണ്ടാണ് അവൻ ഒറ്റയ്ക്ക് പോകുന്നത്. അതാണ് നമ്മളൊരു വിശ്വാസം. ഇപ്പോൾ അവിടെ ഒരുപാട് വെല്ലുവിളികളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ഒന്ന് മഴയാണ്. ഇതുവരെയും എല്ലാ സംവിധാനങ്ങളും റഡാർ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനം. കാരണം NIT സംഘമാണ്, അതിൽ മലയാളികളുണ്ട്. അവരൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ സാധാരണ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പരിധി, ആ പരിധിയിൽ പല മണ്ണിലേക്ക് ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം നാടിന്
പ്രതീക്ഷയുണ്ട്, സുഹൃത്തുക്കൾക്ക് പ്രതീക്ഷയുണ്ട്, കുടുംബത്തെയൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, അവരെയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണോ? നമ്മൾ അവന് വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ മൊത്തം ഇരിക്കുന്നത്. അവൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം എത്രയും പെട്ടെന്ന് ചെയ്ത് അവനെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നുണ്ട്. ഇപ്പം തന്നെ എത്ര സമയമായി? അതെ, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ലിജനിലേക്ക് വരാം. നേരത്തെ